നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിംനോസ്പേംസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ജിംനോസ്പേംസിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ജിംനോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്ഡ് സീഡ്സ് ഉള്ള ഗ്രൂപ്പാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആൻജിയോസ്പേംസ് ആണ്. ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് എന്ത് പറയുന്നത്? ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഈ ആൻജിയോസ്പേംസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇവിടെ പോളൻ ഗ്രെയിൻസും അതുപോലെ തന്നെ ഒവ്യൂൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഫ്ലവേഴ്സിലാണ്. എവിടെയാണ്? പൂക്കൾ ഉണ്ടാവും അല്ലെ? ഈ പൂക്കളിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഒവ്യൂൾസ് ഉണ്ടാവുന്നതും ഒക്കെ. പിന്നെ ജിംനോസ്പേംസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആൻജിയോസ്പേംസില് സീഡുകളെ കവർ ചെയ്ത് എന്ത് കാണുന്നുണ്ട്? ഫ്രൂട്ട് കാണുന്നുണ്ട്. നമ്മൾ ജിംനോസ്പേംസിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു? സീഡ് നേക്ഡ് ആണ്, അതിനെ കവർ ചെയ്തൊന്നും കാണുന്നില്ല. എന്നാൽ ഇവിടെ സീഡിനെ കവർ ചെയ്ത് എന്ത് കാണുന്നുണ്ട്? ഫ്രൂട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആൻജിയോസ്പേംസില് ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് കാണപ്പെടുന്നുണ്ട്. ഡിഫറെന്റ് ഹാബിറ്റിൽ കാണപ്പെടുന്ന ഒരുപാട് പ്ലാന്റ്സ് ഈ ഒരു ഗ്രൂപ്പിൽ കാണപ്പെടുന്നുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഏതിൽ വരുന്നത്? ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇവിടെ വോൾഫിയ പോലെയുള്ള ചെറിയ പ്ലാന്റ്സ് മുതൽ യൂക്കാലിപ്റ്റസ് പോലെയുള്ള വലിയ മരങ്ങൾ വരെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവയെ നമ്മൾ ഫുഡിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഈ ചെടികളെയൊക്കെ ഫുഡിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫോഡർ ആയിട്ട്, അതായത് ഈ വളർത്തുമൃഗങ്ങൾക്കൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ലേ, കാലിത്തീറ്റ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കായി നമ്മൾ ആൻജിയോസ്പേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവയെ നമുക്ക് രണ്ട് ക്ലാസ്സുകളാക്കി തിരിക്കാം, ഡൈക്കോട്ടിലിഡൻസും മോണോകോട്ടിലിഡൻസും. അപ്പൊ ആൻജിയോസ്പേംസിനെ നമുക്ക് രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കാം. ഏതൊക്കെയാണ്? ഡൈക്കോട്ടിലിഡൻസ് ആൻഡ് മോണോകോട്ടിലിഡൻസ്. ഈ ഡൈക്കോട്ടിലിഡൻസിന്റെ പ്രത്യേകത അവരുടെ സീഡില് രണ്ട് കോട്ടിലിഡൻസ് കാണുന്നുണ്ടാവും. അതാണ് ഡൈക്കോട്ടിലിഡൻസ് എന്ന പേര് വന്നിരിക്കുന്നത്. പിന്നെ റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ്. നമ്മുടെ ചെമ്പരത്തിയിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു നെറ്റ്വർക്ക് പോലെയാണ് വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഫ്ലവേഴ്സ് നോക്കുകയാണെങ്കിൽ ടെട്രാമിറസ് ഓർ പെന്റാമിറസ് ആണ്. അതായത് ടെട്രാമിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇതളുകളുള്ള പൂവായിരിക്കും. അല്ലെങ്കിൽ പെന്റാമിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 5 ഇതളുകളുള്ള പൂവായിരിക്കും കാണപ്പെടുന്നത്. ഇനി മോണോകോട്ടിലിഡൻസ് എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ കോട്ടിലിഡനെ കാണുള്ളൂ. അപ്പൊ സീഡില് ഒരു കോട്ടിലിഡൻ മാത്രമാണ് കാണപ്പെടുന്നത്. പിന്നെ പാരലൽ വിനേഷൻ ആണ്. നമ്മൾ നെല്ലിന്റെ ഒക്കെ ഇല എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ഇലയില് വെയിൻസ് പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? ഇപ്പൊ വരച്ചതൊരു ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും വെയിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ അങ്ങനെയാണ് മോണോകോട്ടിലിഡൻസിൽ കാണപ്പെടുന്നത്. പിന്നെ ട്രൈമിയറസ് ഫ്ലവേഴ്സ് ആണ്. അതായത് 3 ഇതളുകളുള്ള പൂക്കളാണ് മോണോകോട്ടിലിഡൻസിൽ കാണപ്പെടുന്നത്. അപ്പൊ ഡൈകോട്ടിലിഡൻസും മോണോകോട്ടിലിഡൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലെ? ഈ ഫ്ലവറിലാണ് മെയിൽ സെക്സ് ഓർഗനും കാണപ്പെടുന്നത്, അതുപോലെ തന്നെ ഫീമെയിൽ സെക്സ് ഓർഗനും കാണപ്പെടുന്നത്. ഈ മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ സ്റ്റേമൻ എന്നാണ് പറയുന്നത്. എന്താണ്? സ്റ്റേമൻ. സ്റ്റേമൻ ആണ് മെയിൽ സെക്സ് ഓർഗൻ. ഈ സ്റ്റേമൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫിലമെന്റും കാണപ്പെടുന്നുണ്ടാവും, ഒരു ആന്തറും കാണപ്പെടുന്നുണ്ടാവും. ഒരു ചിത്രം വരച്ച് കാണിച്ചു തരാം, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാവുന്ന ചിത്രം കാണിച്ചു തരാം. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു ഫിലമെന്റും ഉണ്ടാവും, അതിന്റെ ടിപ്പിലായിട്ട് ആന്തറും കാണപ്പെടുന്നുണ്ടാവും. ഇതാണ് ഒരു സ്റ്റേമന്റെ സ്ട്രക്ചർ. ഈ ആന്തറില് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ ആന്തറിനകത്ത് പോളൻ മദർ സെൽസ് കാണുന്നുണ്ട്. ആ പോളൻ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർസ് ഉണ്ടാവുന്നു. അപ്പോൾ ആന്തറിനകത്ത് പോളൻ മദർ സെൽസ് കാണപ്പെടുന്നു. ഈ പോളൻ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അതായത് അവിടെ ക്രോമസോം നമ്പർ പകുതിയായി മാറുന്നുണ്ടാവും അല്ലെ? മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. എന്നിട്ട് മൈക്രോസ്പോറുകൾ ഉണ്ടാവുന്നു. ഈ മൈക്രോസ്പോറുകൾക്ക് മെച്ചുറേഷൻ സംഭവിച്ചിട്ടാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. മൈക്രോസ്പോറുകൾക്ക് മെച്ചുറേഷൻ സംഭവിച്ച് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നു. ഇനി ഈ ഫീമെയിൽ സെക്സ് ഓർഗനെയാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതാണ്? പിസ്റ്റിൽ ആണ്. മെയിൽ സെക്സ് ഓർഗനോ സ്റ്റേമൺ ആണ്. സ്റ്റേമൺ മെയിൽ സെക്സ് ഓർഗൻ പിസ്റ്റിൽ ആണ്.
ഫീമെയിൽ സെക്സ് ഓർഗൻ. ഈ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഓവറി കാണപ്പെടുന്നുണ്ട്. ബേസൽ റീജിയനിലായിട്ട് ഓവറി കാണപ്പെടുന്നുണ്ട്. പിന്നെ ലോങ് ഒരു ഫിലമെന്റ് പോലത്തെ സ്റ്റൈല് കാണപ്പെടുന്നുണ്ട്. ദെൻ സ്റ്റിഗ്മ കാണപ്പെടുന്നുണ്ട്. ഈ ഓവറിക്ക് അകത്ത് എന്ത് കാണപ്പെടുന്നു? ഒവ്യൂൾസ് കാണപ്പെടുന്നു. അപ്പോ ഒരു ഓവറി ഉണ്ടാവും താഴ്ഭാഗത്തായിട്ട്. പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഫിലമെന്റ് പോലെ വരുന്ന സ്റ്റൈല്, ദെൻ ഇത് സ്റ്റൈല് ചെന്ന് അവസാനിക്കുന്ന സ്റ്റിഗ്മ. ഇത്രയുമാണ് ഒരു പിസ്റ്റലിന്റെ ഭാഗങ്ങൾ. ഇവിടെ ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഈ കാണപ്പെടുന്നതാണ് സ്റ്റെയ്മൻ എന്ന് പറയുന്നത്. ഫിലമെന്റും കാണുന്നുണ്ട്, പിന്നെ ആന്തറും കാണുന്നുണ്ട്. ഈ ആന്തറിനകത്താണ് എന്തുണ്ടാവുന്നത്? പോളൻ ഗ്രൈൻസ് ഉണ്ടാവുന്നത്. മൈക്രോസ്പൊറാൻജിയം കണ്ടോ? അതിലാണ് മൈക്രോസ്പോർസ് ഉണ്ടാവുക. ഈ മൈക്രോസ്പോർസ് മെച്യൂർ ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്. ദെൻ ഇതാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. പിസ്റ്റിലില് താഴ്ഭാഗത്തായി ഈ കാണപ്പെടുന്നതാണ് ഓവറി. ഈ കാണുന്നതാണ് ഓവറി. പിന്നെ ഈ കാണുന്നത് എന്താണ്? ഇതാണ് സ്റ്റൈല്, ഇതാണ് സ്റ്റിഗ്മ. ഈ ഓവറി എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒവ്യൂൾസ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസിനെ കുറിച്ച് മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു ഓവറിക്കകത്ത് ഒവ്യൂൾസ് കാണപ്പെടുന്നുണ്ട് അല്ലെ? ഈ ഒവ്യൂൾസിനകത്ത് മെഗാസ്പോർ മദർ സെല്ല് കാണപ്പെടുന്നുണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ലിന് ഡിവിഷൻ നടന്ന്, മിയോട്ടിക് ഡിവിഷൻ നടന്ന് മെഗാസ്പോറുകൾ ഉണ്ടാവുന്നു. അപ്പോ മെഗാസ്പോർ മദർ സെൽസിന് ഡിവിഷൻ നടന്ന് മെഗാസ്പോറുകൾ ഉണ്ടാവുന്നു. മിയോസിസ് ആണ് നടക്കുന്നത് അല്ലെ? മിയോട്ടിക് ഡിവിഷൻ ആണ്. അതായത് ക്രോമസോം നമ്പർ പകുതിയായി കുറയും അവിടെ. എന്നിട്ട് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടാവുന്നു. ഇപ്പൊ ഇവിടെ 2n എന്ന കണ്ടീഷൻ ആണ് ക്രോമസോം നമ്പർ എന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ് അപ്പോ? n എന്ന കണ്ടീഷൻ ആണ് അല്ലെ? ഹാപ്ലോയിഡ് മെഗാസ്പോറുകളാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ 4 എണ്ണത്തിലെ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ആ 3 എണ്ണം ഇല്ലാതായി പോകുന്നു, നശിച്ചു പോകുന്നു. ബാക്കിയുള്ള ഒന്നില്ലേ? ആ ഒന്നില് ഡിവിഷൻ നടന്നിട്ടാണ് എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നത്. അപ്പോ ഒവ്യൂളിനകത്ത് മെഗാസ്പോർ മദർ സെല്ല് കാണപ്പെടുന്നുണ്ട്. ഇതിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 മെഗാസ്പോറുകൾ ഉണ്ടാവുന്നു. ഈ 4 മെഗാസ്പോറുകളിലെ ഒന്ന് മാത്രം നിലനിൽക്കുകയും ബാക്കി 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ആ നിലനിന്നിട്ടുള്ള ആ ഒരു മെഗാസ്പോറിൽ ഡിവിഷൻ നടന്ന് എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നു. ഈ എംബ്രിയോ സാക്കിനകത്ത് 3 സെല്ലുകളുള്ള എഗ് അപ്പാരറ്റസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 3 ആന്റിപോഡൽ സെൽസും കാണുന്നുണ്ട്. ഈ എഗ് അപ്പാരറ്റസിൽ 2 സിനർജിഡ്സും ഒരു എഗ് സെല്ലുമാണ് ഉള്ളത്. 3 സെല്ലുള്ള എഗ് അപ്പാരറ്റസ് ആണ്. ആ 3 എണ്ണത്തിൽ ഒന്ന് എന്ന് പറയുന്നത് എഗ് സെല്ലാണ്, ബാക്കി 2 എണ്ണം സിനർജിഡ്സ് ആണ്. പിന്നെ ഓപ്പോസിറ്റ് പോളിലായിട്ട് 3 ആന്റിപോഡൽ സെൽസും കാണുന്നുണ്ട്. നടുവിലായിട്ട് 2 പോളാർ ന്യൂക്ലിയൈ കാണുന്നു. ഈ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ നിങ്ങൾ +2 കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ എന്നാലും ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, ഒരു എംബ്രിയോ സാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് 3 സെല്ലുകളുള്ള എഗ് അപ്പാരറ്റസ് കാണുന്നു. നേരെ ഓപ്പോസിറ്റ് പോളില് 3 ആന്റിപോഡൽ സെൽസ് കാണുന്നു. നടുവിലായിട്ട് 2 പോളാർ ന്യൂക്ലിയൈ കാണുന്നുണ്ട്. പിന്നീട് ഈ 2 പോളാർ ന്യൂക്ലിയകള് പരസ്പരം ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ? എംബ്രിയോ സാക്ക് ഫോർമേഷൻ ഒക്കെ പറഞ്ഞു. ആ എംബ്രിയോ സാക്കിനകത്ത് ഇപ്പോ എന്തുണ്ട്? എഗ് സെല്ല് ഉണ്ട് അല്ലെ? പിന്നെ പോളൻ ഗ്രെയിൻസ് എവിടെ ഉണ്ടായിട്ടുണ്ട്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റെയ്മനിലെ ആന്തറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ആന്തർ പൊട്ടി ഈ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ആ പോളൻ ഗ്രെയിൻസ് ഈ പിസ്റ്റലിലെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നുണ്ട്. ഏതെങ്കിലും ഏജൻസീസിന്റെ സഹായത്തോടു കൂടി, എക്സ്റ്റേണൽ ഏജൻസിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ എന്ത് ചെയ്യുന്നു? ഈ പോളൻ ഗ്രെയിൻസ് പിസ്റ്റലിലെ സ്റ്റിഗ്മയിൽ വന്നിരിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. വിൻഡോ അല്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ ഈ ഇൻസെക്റ്റുകളോ ഒക്കെ ആവാം ഈ പോളൻ ഗ്രെയിൻസിനെ ഈ സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ അങ്ങനെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? പോളിനേഷൻ എന്ന് പറയുന്നു. പരാഗണം എന്ന് കേട്ടിട്ടില്ലേ? മലയാളത്തിൽ നമ്മൾ പരാഗണം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ പോളിനേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് ഈ പിസ്റ്റലിലെ സ്റ്റിഗ്മയിൽ വന്ന് എത്തിക്കഴിഞ്ഞാല് അവിടെ വെച്ച് അവ ജെർമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു പോളൻ ട്യൂബ് ഉണ്ടാവുന്നു. ഈ പോളൻ ട്യൂബ് ഈ സ്റ്റിഗ്മ, സ്റ്റൈല് എന്നിവയിലൂടെ കടന്ന് ഓവറിയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ആ ഒവ്യൂളിനകത്തേക്ക്
എത്തുന്നു. ഒവ്യൂളില് എംബ്രിയോ സാക്ക് ഉണ്ട് അല്ലെ. അപ്പോ ഇവിടെ ഈ സ്റ്റിഗ്മയിൽ വന്ന് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നു. ഇതാണ് സ്റ്റിഗ്മ എന്ന് വിചാരിക്കുക. ഇവിടത്തേക്ക് എന്ത് വരുന്നു? പോളൻ ഗ്രെയിൻസ് വരുന്നു. ഈ പോളൻ ഗ്രെയിൻ ഈ സ്റ്റിഗ്മയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് ജെർമിനേറ്റ് ചെയ്യുകയും ഒരു പോളൻ ട്യൂബ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പോളൻ ട്യൂബ് ഇങ്ങനെ സ്റ്റൈലിലൂടെ കടന്ന് ഒവ്യൂളിനകത്തേക്ക് എത്തുന്നുണ്ട്. ഇതിനകത്താണ് ഓവറിക്കകത്താണ് ഒവ്യൂൾ ഉണ്ടാവുക അല്ലെ. ആ ഓവറിക്കുള്ളിലെ ഒവ്യൂളിനകത്തേക്ക് എത്തുന്നു. ഈ പോളൻ ട്യൂബ് ഒവ്യൂളിനകത്തുള്ള എംബ്രിയോ സാക്കിലേക്ക് വരുന്നു. എംബ്രിയോ സാക്ക് ഫോർമേഷൻ നടന്നിട്ടുണ്ട് അല്ലെ. മെഗാസ്പോറിൽ നിന്നും എംബ്രിയോ സാക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ എംബ്രിയോ സാക്കിനകത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടത്തേക്ക് 2 മെയിൽ ഗാമേറ്റുകളെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ 2 മെയിൽ ഗാമേറ്റുകളിൽ ഒന്ന് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി മാറുന്നു. അപ്പൊ 2 മെയിൽ ഗാമേറ്റുകൾ വരുന്നു. ഒന്ന് എക്സെല്ലുമായി ഫ്യൂസ് ചെയ്ത് എന്തായി മാറുന്നു? സൈഗോട്ട് ആയിട്ട് മാറുന്നു. അതാണ് സിംഗമി എന്ന് പറയുന്നത്. ഈ 2 സെല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്നില്ലേ. അപ്പൊ അങ്ങനെ അവിടെ സൈഗോട്ട് ഉണ്ടായി. ഇനി ബാക്കി ഒരു മെയിൽ ഗാമേറ്റ് കൂടി ഇല്ലേ? ഈ മെയിൽ ഗാമേറ്റ് നമ്മളിപ്പോ പറഞ്ഞ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ഇല്ലേ, ആ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസുമായി പോയി കൂടിച്ചേരുന്നു. അപ്പൊ നോക്കൂ, വരുന്ന മെയിൽ ഗാമേറ്റില് n നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. ഇവിടെ ആ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 2n എന്ന കണ്ടീഷൻ, അതായത് ഡിപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് അവിടെ കാണപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴോ ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ട് മാറുന്നു അല്ലെ. ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ 2 ഫ്യൂഷൻ നടന്നു. ഒന്ന് സിംഗമി, അതായത് സൈഗോട്ട് ഉണ്ടായി. എക്സെല്ലും അതുപോലെ തന്നെ മെയിൽ ഗാമറ്റും തമ്മിൽ കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ഒരു n എന്ന കണ്ടീഷനിലുള്ള മെയിൽ ഗാമേറ്റ് 2n എന്ന കണ്ടീഷനിലുള്ള ആ 2 ന്യൂക്ലിയസുകളും തമ്മിൽ കൂടിച്ചേർന്നു. അപ്പൊ ഒരു ട്രിപ്പിൾ ഫ്യൂഷൻ അവിടെ നടന്നു അല്ലെ. അങ്ങനെ ഒരു ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നുണ്ട്, സിംഗമി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആൻജിയോസ്പേംസിൽ നടക്കുന്ന ഈ ഒരു ഫെർട്ടിലൈസേഷനെ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. കാരണം ഒരു മെയിൽ ഗാമേറ്റ് ആരുമായി കൂടിച്ചേരുന്നുണ്ട്? എക്സെല്ലുമായി കൂടിച്ചേർന്ന് സൈഗോട്ടായി മാറുന്നു. പിന്നെ ഒരു മെയിൽ ഗാമേറ്റ് ആ പോളാർ ന്യൂക്ലിയയിലെ 2 എണ്ണം അതുമായി കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇതാണ് എംബ്രിയോ സാക്കിന്റെ ചിത്രം. ഈ കാണുന്നതാണ് എഗ് അപ്പാരറ്റസ്, 2 സിനർജിഡ്സും ഒരു എക്സെല്ലും കൂടി ചേർന്നത്. ഇനി ഇതാണ് പോളാർ ന്യൂക്ലിയൈ, കണ്ടോ. ഈ കാണുന്നതാണ് ആന്റിപോഡൽ സെൽസ്. പോളൻ ഗ്രെയിൻ ഈ സ്റ്റിഗ്മയിൽ വന്ന് പതിച്ചു കഴിഞ്ഞതിന് ശേഷം പോളൻ ജെർമിനേഷൻ നടക്കുന്നു, പോളൻ ട്യൂബ് ഫോർമേഷൻ നടക്കുന്നു. ഈ പോളൻ ട്യൂബിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? മെയിൽ ഗാമേറ്റ് വരുന്നുണ്ട്. 2 മെയിൽ ഗാമേറ്റുകൾ വരുന്നു. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നു. ഈ എംബ്രിയോ സാക്കിലേക്ക് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെയിൽ ഗാമേറ്റ് എക്സെല്ലുമായി ഫ്യൂസ് ചെയ്യുന്നു. മറ്റൊരു മെയിൽ ഗാമേറ്റ് ഈ കാണപ്പെടുന്ന 2 ന്യൂക്ലിയസുമായി ഫ്യൂസ് ചെയ്യുന്നു. അപ്പോ ഇവിടെ 2 ഫ്യൂഷൻ നടന്നു അല്ലെ. അതുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ 2 പിക്ചറും ടെക്സ്റ്റ് ബുക്കിലില്ല, ഇത് +2 ബുക്കിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ചിത്രം ഡീറ്റെയിൽ ആയി പഠിക്കണ്ട, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത വർഷത്തേക്ക് എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോ ഈ എംബ്രിയോ സാക്കിനകത്ത് ഇപ്പോ സൈഗോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നു. സൈഗോട്ടിന് ഡെവലപ്മെന്റ് നടന്ന് എംബ്രിയോ ആയിട്ട് മാറുന്നു. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇല്ലേ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേം ആയിട്ട് മാറുന്നു. അപ്പോ ഇവിടെ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറി അല്ലെ. ആ എംബ്രിയോയിൽ ഒരു കോട്ടിലിഡൻ കാണപ്പെടാം, അല്ലെങ്കിൽ 2 കോട്ടിലിഡൻ കാണപ്പെടാം. മോണോകോട്ടിലിഡൻ ഓർ ഡൈകോട്ടിലിഡൻ അല്ലെ. പിന്നെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്ന് എൻഡോസ്പേം ഉണ്ടാവുന്നു. ഈ എൻഡോസ്പേം ആണ് ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ നറേഷ്മെന്റ് നൽകുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ എക്സെല്ലുമായിട്ട് മെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടായത്. പിന്നെ സെൻട്രലിൽ കാണപ്പെട്ട ആ 2 ന്യൂക്ലിയസുമായിട്ട് ഒരു ഗാമേറ്റ് ഫ്യൂസ് ചെയ്തപ്പോഴാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായത്. അപ്പൊ അവിടെ ബാക്കി എംബ്രിയോ സാക്കിനകത്ത് 2 സിനർജിഡ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 3 ആന്റിപോഡൽ സെൽസും ഉണ്ടായിരുന്നു അല്ലെ. അവ എല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഈ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഇവയെല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് ഓവറിക്കകത്തെ ഒവ്യൂളിൽ വെച്ചാണ്. ഈ ഒവ്യൂളിലും ഓവറിക്കും എന്താ സംഭവിക്കുന്നത് അറിയുമോ? ഒവ്യൂൾ ആണ് സീഡ് ആയിട്ട് മാറുന്നത്. അപ്പോ
ഒവ്യൂൾ സീഡായിട്ട് മാറുന്നു, ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഓവറിക്കകത്താണ് ഒവ്യൂൾ കാണപ്പെടുന്നത് അല്ലെ. ചില കേസുകളിൽ ഒരു ഒവ്യൂൾ മാത്രമായിരിക്കും, ചിലടത്ത് ഒന്നിൽ കൂടുതൽ ഒവ്യൂൾസ് കാണപ്പെടുന്നുണ്ടാവും. അപ്പോ ഓവറിക്കകത്ത് ഒവ്യൂൾ കാണപ്പെടുന്നുണ്ട്. ഈ ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്, ഒവ്യൂൾ ആണ് എന്തായിട്ട് മാറുന്നത്, സീഡായിട്ട് മാറുന്നത്. നമുക്കിനി ആൻജിയോസ്പേംസിന്റെ ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കാം. അപ്പൊ പ്ലാന്റ് അല്ലെ, മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്, അതിലെ ഫ്ലവേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഈ ഫ്ലവേഴ്സിലെ പിസ്റ്റിലും കാണപ്പെടുന്നുണ്ട്, സ്റ്റെയ്മനും കാണപ്പെടുന്നുണ്ട്. ഈ സ്റ്റെയ്മനില് ആന്തറില് മൈക്രോസ്പൊറാഞ്ചിയം കാണപ്പെടുന്നുണ്ട്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്നും മൈക്രോസ്പോറുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഈ മൈക്രോസ്പോറുകളിൽ നിന്നാണ് പിന്നീട് പോളൻ ഗ്രെയിൻ ഉണ്ടാവുന്നത്. പോളൻ ഗ്രെയിൻ ഈ മൈക്രോസ്പോറുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഓവറി കാണപ്പെടുന്നുണ്ട്. ഓവറിയില് ഒവ്യൂളിൽ എന്ത് കാണുന്നുണ്ട്, മെഗാസ്പോർ മദർ സെല്ല് കാണുന്നുണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ലിന് ഡിവിഷൻ നടന്ന് മെഗാസ്പോറുകൾ ഉണ്ടാവുകയും അതിലൊന്ന് എംബ്രിയോ സാക്ക് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോ ഇവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റില് എംബ്രിയോ സാക്ക് ഉണ്ടായി, അതുപോലെ തന്നെ ആന്തറിലെ പോളൻ ഗ്രെയിൻ ഉണ്ടായി. എന്നിട്ട് ഈ ആന്തർ പൊട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പോളൻ ഗ്രെയിൻ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ആ പോളൻ ഗ്രെയിൻ ഈ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നു. അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പോളൻ ജെർമിനേറ്റ് ചെയ്ത് ഒരു പോളൻ ട്യൂബ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസിൽ നിന്നും മെയിൽ ഗാമേറ്റുകൾ എങ്ങോട്ടേക്ക് പോകുന്നു, ഈ പോളൻ ട്യൂബിലൂടെ എംബ്രിയോ സാക്കിനകത്തേക്ക് പോകുന്നു. ഈ എംബ്രിയോ സാക്കിനകത്തുള്ള എഗ് സെല്ലുമായിട്ട് ഒരു മെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുകയും സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സൈഗോട്ടിന് ഡെവലപ്മെന്റ് നടന്ന് അത് എംബ്രിയോയി മാറുന്നു. ഈ എംബ്രിയോയിൽ നിന്ന് പിന്നീട് വീണ്ടും പുതിയ ഒരു ചെടി ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഈ പ്ലാന്റ് 2n എന്ന കണ്ടീഷനിലുള്ളതാണ് അല്ലെ. 2n എന്ന കണ്ടീഷനാണ് പ്ലാന്റിനുള്ളത്. 2n എന്ന കണ്ടീഷനാണ്, ഡിപ്ലോയിഡ് കണ്ടീഷനാണ് ഉള്ളത്. പിന്നെ ഈ പ്ലാന്റിന് നമ്മൾ സ്പോറോഫൈറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ആദ്യം സ്പോർസ് ഉണ്ടാവുന്നു അല്ലെ. മെഗാസ്പോറുകളും ഉണ്ടാവുന്നുണ്ട്, മൈക്രോസ്പോറുകളും ഉണ്ടാവുന്നു. അപ്പൊ സ്പോറുകൾ ഉണ്ടാവുന്നുണ്ട് ഈ ചെടികളിൽ നിന്നും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. സ്പോറുകളാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോ ഇവിടെ ഈ ചെടിയിലും 2n എന്ന കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ മെഗാസ്പോർ മദർ സെല്ലിലും അതുപോലെ തന്നെ പോളൻ മദർ സെല്ലിലും ഒക്കെ 2n എന്ന കണ്ടീഷനാണ് ഉള്ളത് അല്ലെ. ഇനി ഇവയ്ക്ക് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പോറുകൾ ഉണ്ടാവുമ്പോൾ അവിടെ കണ്ടീഷൻ എന്തായിട്ട് മാറുന്നു, n എന്ന കണ്ടീഷൻ ആയിട്ട് മാറുന്നു. അതായത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അവിടെ കാണപ്പെടുന്നത്. ഇനി ഈ സ്പോറുകളിൽ നിന്നും ഗാമേറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. ഗാമറ്റോഫൈറ്റിക് ജനറേഷനിൽ n എന്ന കണ്ടീഷനാണ്, ഗാമേറ്റുകൾ ഉണ്ടാവുന്നു അവിടെ നിന്ന്. ഇനി ഈ ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുള്ള സൈഗോട്ടിലോ, എഗ്ഗിലും n എന്ന കണ്ടീഷൻ ആണുള്ളത്, മെയിൽ ഗാമേറ്റിലും n എന്ന കണ്ടീഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ സൈഗോട്ട് എന്താണ്, 2n എന്ന കണ്ടീഷനിലുള്ളതായിരിക്കും അല്ലെ. ഈ സൈഗോട്ടിൽ നിന്ന് ഉണ്ടാവുന്ന എംബ്രിയോയിലും 2n എന്ന കണ്ടീഷൻ ആണ് ഉള്ളത്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്ലാന്റിലും 2n എന്ന കണ്ടീഷൻ ആണ് ഉള്ളത്. അപ്പോ സ്പോറോഫൈറ്റിക് ജനറേഷൻ 2n എന്ന കണ്ടീഷൻ ആണ്. ഗാമറ്റോഫൈറ്റിക് ജനറേഷനിലെ n, അതായത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ലൈഫ് സൈക്കിൾ മനസ്സിലായിട്ടില്ലേ? നമ്മളിപ്പോ സ്പോറോഫൈറ്റിക് കണ്ടീഷനും അതുപോലെ തന്നെ ഗാമറ്റോഫൈറ്റിക് കണ്ടീഷനും ഇങ്ങനെ മാറി മാറി വരുന്നതായി പറഞ്ഞു അല്ലെ. ഡിപ്ലോയിഡ് കണ്ടീഷനും അതുപോലെ തന്നെ ഹാപ്ലോയിഡ് കണ്ടീഷനും ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് പറഞ്ഞു. ആ ലൈഫ് സൈക്കിളിൽ രണ്ട് തരത്തിൽ നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് നമ്മൾ ഹാപ്ലോയിഡ് കണ്ടീഷനാണ് കണ്ടതെങ്കിൽ ഒരു ഭാഗത്ത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നും ഈ പ്ലാന്റ്സിലെ ഡിഫറെന്റ് ലൈഫ് സൈക്കിൾസ് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നും നോക്കാം. അതിനു മുമ്പ് നമ്മളിപ്പോ ഡിവിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിയോട്ടിക് ഡിവിഷനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അതായത് ക്രോമസോം നമ്പർ പകുതിയാവുന്ന ഡിവിഷനാണ് ഈ മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്ലാന്റ്സിലെ ഹാപ്ലോയിഡ് സെല്ലുകൾക്കും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സെല്ലുകൾക്കും മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോ ഈ ഹാപ്ലോയിഡ് ആണെങ്കിലും ഡിപ്ലോയിഡ് ആണെങ്കിലും മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രോമസോം നമ്പറിൽ മാറ്റമില്ല. ഇപ്പൊ ഒരു ഹാപ്ലോയിഡ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സെല്ലുകളിലെല്ലാം n നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയായിരിക്കും ഉണ്ടാവുക.
ഇനി 2n എന്ന കണ്ടീഷനിലുള്ള ഒരു സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഉണ്ടാവുന്ന സെല്ലുകളിലെല്ലാം 2n എന്ന കണ്ടീഷൻ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡീസും ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡീസും ഒക്കെ ഇത്തരത്തിൽ മൈറ്റോസിസ് നടന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, സെൽ ഡിവിഷൻ നടന്നിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോ ഒരു പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണെന്ന് വിചാരിക്കുക. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആണ്, അത് ഗാമേറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്ന കണ്ടീഷനിലുള്ള ഒരു പ്ലാന്റ് ബോഡിയിൽ നിന്നും ഗാമേറ്റുകളുടെ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഈ ഗാമേറ്റുകളിൽ എപ്പോഴും n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉണ്ടാവുക. അത് എപ്പോഴും ഓർത്തു വെക്കുക. ഗാമേറ്റ്സിൽ എപ്പോഴും n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ നിന്നും ഗാമേറ്റുകൾ ഉണ്ടാവുമ്പോൾ, അതായത് n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള ഒരു പ്ലാന്റിൽ നിന്നും n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഏത് ഡിവിഷനാണ് നടക്കുക? മൈറ്റോസിസ് ആണ് നടക്കുക അല്ലെ? കാരണം അവിടെ ക്രോമസോം നമ്പർ മാറുന്നില്ല, എന്നിൽ നിന്ന് n തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്ലാന്റ് ബോഡിയെ നമ്മൾ എന്ത് പറയുന്നു? ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നു. കാരണം അവിടെ നിന്ന് ഗാമേറ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ നിന്നും മൈറ്റോട്ടിക്കലി ഡിവിഷൻ നടന്ന്, മൈറ്റോസിസ് നടന്ന് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ ഗാമേറ്റുകൾ പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഗാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ പ്ലാന്റ് ബോഡിയിൽ നിന്നാണ് അല്ലെ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഗാമേറ്റ് പ്രൊഡക്ഷൻ ആ പ്ലാന്റിൽ നിന്നാണ് നടക്കുന്നത്. ഇനി ഈ ഗാമെറ്റോഫൈറ്റിൽ നിന്നും ഗാമേറ്റുകൾ ഉണ്ടായി അവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ടിനും മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. സൈഗോട്ടിനും മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ n നമ്പർ ഉള്ള ഒരു ഗാമേറ്റും n നമ്പർ ഉള്ള മറ്റൊരു ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തു 2n എന്ന കണ്ടീഷനിലുള്ള സൈഗോട്ട് ഉണ്ടായി അല്ലെ? സൈഗോട്ടിന്റെ കണ്ടീഷൻ 2n ആണ്. പിന്നെ ഈ സൈഗോട്ടിന് മൈറ്റോസിസ് ആണ് നടക്കുന്നത്. മൈറ്റോസിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രോമസോം നമ്പർ മാറുന്നില്ല, പിന്നീട് അങ്ങോട്ട് 2n എന്ന കണ്ടീഷൻ തന്നെയാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് ഈ സൈഗോട്ടിന് ഡെവലപ്മെന്റ് നടന്ന ഒരു പ്ലാന്റ് ബോഡി ആയിട്ട് മാറില്ലേ? ഈ പ്ലാന്റ് ബോഡിയിൽ നിന്നും പിന്നീട് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ്. n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ നിന്നും ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്പോർസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ ആ പ്ലാന്റ് ബോഡി നമ്മൾ എന്ത് പറയുന്നു? സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നു. അപ്പോ ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്നും സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഹാപ്ലോയിഡ് സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്നും ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. 2n എന്ന കണ്ടീഷൻ n ആയി മാറുന്നുണ്ട്. അപ്പൊ അവിടെ ഏതാ ഡിവിഷൻ? മിയോസിസ് ആണ് അല്ലെ? മിയോസിസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോ ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്നും ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇനി ഈ സ്പോർസിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന്, മൈറ്റോസിസ് നടന്ന് വീണ്ടും അത് ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ തുടങ്ങിയത് ഈ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ നിന്നാണ്. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ നിന്ന്, അതായത് n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള പ്ലാന്റ് ബോഡിയിൽ നിന്നും ഹാപ്ലോയിഡ് ഗാമേറ്റുകൾ ഉണ്ടാവുന്നു. ഈ ഹാപ്ലോയിഡ് ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട്, രണ്ട് ഹാപ്ലോയിഡ് ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് 2n എന്ന കണ്ടീഷനിലുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ടില് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 2n എന്ന കണ്ടീഷനിലുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നു. ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്ന് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. n നമ്പറുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് വീണ്ടും അത് ഡിവിഷൻ നടന്ന്, മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് എന്തായിട്ട് മാറുന്നു? ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നു. അപ്പോ ഇവിടെ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റും തമ്മിൽ ഈ ഒരു ജനറേഷൻ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലെ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റും ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജും ഉണ്ടാവുന്നുണ്ട്. അതിങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഹാപ്ലോയിഡ് സ്റ്റേജും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സ്റ്റേജും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജും ഉണ്ട്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജും ഓരോ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറഞ്ഞപ്പോൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് വരുന്നതും ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജ് വരുന്നതും പറഞ്ഞു അല്ലെ? അപ്പൊ ഈ രണ്ട് ഫേസുകളും ഒരേപോലെ ഡൊമിനന്റ് ആയിട്ട് കാണപ്പെടണമെന്നില്ല. ചില പ്ലാന്റ്സിൽ ഈ ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. ചില കേസുകളിൽ സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആയിരിക്കും
കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഈ ലൈഫ് സൈക്കിളുകളെ മൂന്നാക്കി തിരിക്കാം. ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഹാപ്ലോഡിപ്ലോണ്ടിക്. അപ്പൊ നമുക്ക് ഇത് മൂന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ ഈ സ്പോറോഫൈറ്റിക് സ്റ്റേജിൽ, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജ്, അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതായത് സൈഗോട്ട് മാത്രമാണ് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ളത്. ഇവിടെ ഫ്രീ ലീവിംഗ് സ്പോറോഫൈറ്റ്സ് ഒന്നും കാണപ്പെടുന്നില്ല. ഫ്രീ ലീവിംഗ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് കാണപ്പെടുന്നില്ല. അപ്പൊ സൈഗോട്ടിൽ മാത്രമാണ് 2n എന്ന കണ്ടീഷൻ ഉള്ളത്. ഈ സൈഗോട്ടിന് മിയോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. സൈഗോട്ടിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുന്നു. ഈ ഹാപ്ലോയിഡ് സ്പോർസിൽ നിന്നും ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ഈ ഒരു ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ് ആ ഒരു പ്ലാന്റിന്റെ ലൈഫിൽ ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. ഫോട്ടോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൊമിനന്റ് ഫോട്ടോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഈ ഫ്രീ ലീവിംഗ് ഗാമെറ്റോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ്സ് ഫ്രീ ലീവിംഗ് അല്ല. ആ ഒരു സൈഗോട്ട് മാത്രമാണ് ആ ഒരു സ്പോറോഫൈറ്റിക് സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ കാണപ്പെടുന്നുള്ളൂ. ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. കണ്ടോ, ഈ സൈഗോട്ടിൽ മാത്രമാണ് 2n എന്ന കണ്ടീഷൻ ഉള്ളത്. സൈഗോട്ടിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന ഡയറക്റ്റ് സ്പോർസ് ഉണ്ടാവുന്നു. ഈ സ്പോറുകളിൽ നിന്നും ഗാമെറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാവുന്നു. ഈ ഗാമെറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്നും ഗാമേറ്റുകൾ ഉണ്ടാവുന്നു. ആ രണ്ട് ഗാമേറ്റുകളും തമ്മിൽ കൂടിച്ചേർന്ന് 2n എന്ന കണ്ടീഷനിലുള്ള സൈഗോട്ട് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ഡിപ്ലോയിഡ് ഫേസ് വളരെ കുറവേ ഉള്ളൂ അല്ലെ. സൈഗോട്ടിൽ മാത്രമാണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ കാണപ്പെടുന്നത്. ബാക്കി ഈ ഒരു പ്ലാന്റിന്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഫേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആൽഗകളിൽ വരുന്ന വോൾവോക്സ്, സ്പൈറോഗൈറ, അതുപോലെ തന്നെ ക്ലാമൈഡോമോണസ് ഒക്കെ ഇത്തരത്തിൽ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണപ്പെടുന്നതിന് എക്സാമ്പിളുകളാണ്. ഇനി അടുത്തതാണ് ഡിപ്ലോണ്ടിക്. ഡിപ്ലോണ്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് ഫേസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ഫേസ് ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഗാമെറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫേസ് ആയിരിക്കും. അവിടെ ഒരു ഫ്യൂ സെൽഡ് സ്റ്റേജ് ആയിരിക്കും ഈ ഗാമെറ്റോഫൈറ്റിന് ഉണ്ടാവുക. വലിയൊരു ചെടിയൊന്നും ആയിരിക്കില്ല ഗാമെറ്റോഫൈറ്റ്. പക്ഷേ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നതായിരിക്കും ഡൊമിനന്റ് ആയിട്ടുള്ള ഫേസ്. ഫോട്ടോസിന്തറ്റിക് ഇൻഡിപെൻഡന്റ് ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. സ്പോറോഫൈറ്റ് ആയിരിക്കും ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്യൂക്കസ് ഒരു എക്സാമ്പിൾ ആണ്. ആൽഗയിൽ വരുന്ന ഫ്യൂക്കസ് ഒരു എക്സാമ്പിൾ ആണ്. ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും ഒക്കെ ഇത്തരത്തിലുള്ള ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് കാണിക്കുന്നത്. അവിടെ ഈ ഗാമെറ്റോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്യൂ സെല്ലുകൾ മാത്രം കാണപ്പെടുന്നതാവാം, അല്ലെങ്കിൽ ഒരുപാട് സെല്ലുകളുള്ള മൾട്ടി സെല്ലുലാർ സ്റ്റേജ് ആവാം. അത് വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആണ് ഡൊമിനന്റ് ആയിട്ടുള്ളത്. അപ്പോൾ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. നമ്മളിപ്പോൾ ആൻജിയോസ്പേംസിന്റെ പറഞ്ഞില്ലേ, മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. സ്പോറോഫൈറ്റിൽ 2n എന്ന കണ്ടീഷൻ ആണുള്ളത്. അവിടെ മിയോട്ടിക് ഡിവിഷൻ നടന്ന സ്പോർസ് ഉണ്ടാവുന്നു. സ്പോർസിൽ നിന്നും ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ഗാമെറ്റോഫൈറ്റിൽ നിന്നും ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവ തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു ആൻജിയോസ്പേം, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് ആ ഒരു വലിയ പ്ലാന്റിന്റെ ഫേസ് തന്നെയാണ് വലുത് അല്ലെ. ഈ ഗാമേറ്റോഫൈറ്റ്, അതായത് ഈ പോളൻ ഗ്രെയിൻ ഒക്കെ വെറും ഫ്യൂ സെൽസ് മാത്രമുള്ള ഒരു സ്ട്രക്ചർ അല്ലേ. അപ്പൊ ആ ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജ് ഡൊമിനന്റ് അല്ല, എന്നാൽ സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആണ് ഇവിടെ ഡൊമിനന്റ്. അപ്പൊ അതാണ് ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഹാപ്ലോഡിപ്ലോണ്ടിക്. ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഹാപ്ലോയിഡ് സ്റ്റേജും ഒരു മൾട്ടി സെല്ലുലാർ സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സ്റ്റേജ് മൾട്ടി സെല്ലുലാർ സ്റ്റേജ് ആണ്. ഇപ്പൊ ഇവരുടെ ഡൊമിനന്റ് ഫേസ് ഏതാണ് എന്ന് മാറുന്നുണ്ടെങ്കിലും ഈ രണ്ട് സ്റ്റേജും ഒരുപോലെ മൾട്ടി സെല്ലുലാർ ആയിട്ട് വലിയ ഒരു സ്ട്രക്ചർ ആയിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. കണ്ടോ, ഇവിടെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് എൻ കണ്ടീഷൻ ആണ് അല്ലെ. ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സ്പോർസിൽ നിന്ന് ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ഗാമെറ്റോഫൈറ്റിൽ നിന്ന് ഗാമെറ്റ്സ് ഉണ്ടാവുന്നു. ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. അപ്പൊ സൈഗോട്ട്, സ്പോറോഫൈറ്റ് ഇത് രണ്ടും 2n എന്ന കണ്ടീഷനിലും, സ്പോർസ്, ഗാമെറ്റോഫൈറ്റ്, ഗാമേറ്റ്സ് ഇവ n എന്ന കണ്ടീഷനിലും ആണ്. പക്ഷേ ഇവിടെ ഈ രണ്ട് സ്റ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിലും, ഗാമെറ്റോഫൈറ്റ് എടുക്കുകയാണെങ്കിലും സ്പോറോഫൈറ്റ് എടുക്കുകയാണെങ്കിലും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അവിടെ കാണപ്പെടുന്നത്. ബ്രയോഫൈറ്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഡൊമിനന്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഓർ ഇറക്റ്റ് ഫേസ് ആണ് ഗാമെറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാപ്ലോയിഡ് ഗാമെറ്റോഫൈറ്റ് ആണ് ഇൻഡിപെൻഡന്റ് ഡൊമിനന്റ് ആയിട്ടുള്ള ഫേസ്. അത് കഴിഞ്ഞ് വരുന്നതാണ് സ്പോറോഫൈറ്റ്.
ഇത് മൾട്ടി സെല്ലുലാർ തന്നെയാണ്. ഈ സ്പോറോഫൈറ്റും എന്ത് തന്നെയാണ്? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. പക്ഷെ ഇത് ഷോർട്ട് ലീവ്ഡ് ഫേസ് ആണ്. കുറച്ചു കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫേസ് ആണ് സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. ഇത് ഈ ഗാമറ്റോഫൈറ്റിനെ ടോട്ടലി ഓർ പാർഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ബ്രയോഫൈറ്റ്സിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു. ഈ ഗാമറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് എന്ത് കാണപ്പെടുന്നത്? ഈ സ്പോറോഫൈറ്റ് കാണപ്പെടുന്നത്. അപ്പൊ ന്യൂട്രീഷനും അതുപോലെ തന്നെ ആൻകറേജ് അതിനെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കാനൊക്കെ ആയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഗാമറ്റോഫൈറ്റിനെ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടെറിഡോഫൈറ്റ്സിന്റെ കേസിലാണെങ്കിൽ ഈ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഡൊമിനന്റ് ആയിട്ട് കാണപ്പെടുന്ന ഫേസ് ആണ്. ഇൻഡിപെൻഡന്റ് ഫോട്ടോസിന്തറ്റിക് വാസ്കുലർ പ്ലാന്റ് ബോഡിയാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പൊ ആ കൃത്യമായിട്ട് കാണപ്പെടുന്ന ആ പ്ലാന്റ് ബോഡി ഇല്ലേ, അതാണ് സ്പോറോഫൈറ്റ്. അത് കഴിഞ്ഞ് ഓട്ടോട്രോപ്പിക്കോ അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക്കോ ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് ഫേസ് വരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് ഫേസ് വരുന്നു. അതും ഷോർട്ട് ലീവ്ഡ് ആണ്. ഇവിടെ ഗാമറ്റോഫൈറ്റ് ആണ് ഷോർട്ട് ലീവ്ഡ്. എന്നാൽ ബ്രയോഫൈറ്റ്സില് സ്പോറോഫൈറ്റ് ആണ് ഷോർട്ട് ലീവ്ഡ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഹാപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡ് ഫേസും ഇങ്ങനെ മൾട്ടി സെല്ലുലാർ ആയിട്ട് കാണപ്പെടുന്നതാണ്. രണ്ടും ഇങ്ങനെ മാറി മാറി കാണപ്പെടുന്നതാണ് നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത്. ഇവിടെ സ്പോറോഫൈറ്റിക് ഫേസും മൾട്ടി സെല്ലുലാർ ആണ്, അതുപോലെ തന്നെ ഗാമറ്റോഫൈറ്റിക് ഫേസും മൾട്ടി സെല്ലുലാർ ആണ്. ഇപ്പൊ നമ്മള് ആൻജിയോസ്പേംസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെടി പൂവുണ്ടാവുന്നു, ആ പൂവിൽ നിന്ന് സ്പോർസ് ഉണ്ടാവുന്നു, സ്പോർസിൽ നിന്ന് പിന്നീട് ഗാമേറ്റ്സ് ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ ആ ചെടിയാണ്, ആ ശരിക്കും നമ്മൾ കാണുന്ന ഒരു പ്ലാന്റ് ഇല്ലേ, അതാണ് സ്പോറോഫൈറ്റ്. ഈ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ആ പോളൻ ഗ്രെയിൻ ആണ്, ആ ചെറിയൊരു സ്ട്രക്ചർ ആണ് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ളത് ആൻജിയോസ്പേംസിലെ സ്പോറോഫൈറ്റ് ആണ്, അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഡിപ്ലോണ്ടിക് ആയത് അല്ലെ. എന്നാൽ ഇവിടെ രണ്ടും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, അതുകൊണ്ടാണ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത്. ടെറിഡോഫൈറ്റ്സിലാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഇവിടെ ടെറിഡോഫൈറ്റ്സും അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സും മാത്രമല്ല, ആൽഗയിൽ വരുന്ന എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ ഇതെല്ലാം ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. അപ്പോ ആൽഗയില് കൂടുതൽ എണ്ണത്തിലും ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് കാണപ്പെടുന്നത് എങ്കിലും എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ പോലെയുള്ളത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ഫ്യൂക്കസ് ഡിപ്ലോണ്ടിക് ആണ്. അപ്പോ ആൽഗയിൽ 3 തരത്തിലുള്ള ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സും കാണപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഏത് ചാപ്റ്റർ ആണ്? പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്റർ ആണ് അല്ലെ. തീർന്നു. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.